ട്രെയിൻ യാത്രക്കാരുടെ സുരക്ഷിതത്വ ബോധം വർദ്ധിപ്പിക്കുന്നതിനായി റെയിൽവേ പോലീസ്, ലോക്കൽ പോലീസ് എന്നിവ സംയുക്തമായി റെയിൽവേ എസ്.പിയുടെ നേതൃത്വത്തിൽ ഓപ്പറേഷൻ ഇഷ്ടിത പദ്ധതിയുടെ പ്രവർത്തനങ്ങൾ പുരോഗമിക്കുന്നു. റെയിൽവേ സ്റ്റേഷനുകളിലും ട്രെയിനുകളിലും സ്ത്രീ യാത്രികരുടെ സുരക്ഷ ഉറപ്പാക്കാനും അനധികൃതമായ പ്രവർത്തനങ്ങൾ, മദ്യപിച്ച് യാത്ര ചെയ്യൽ, ലഹരിക്കടത്ത്, സ്ത്രീ യാത്രികരുള്ള അശ്ലീല പെരുമാറ്റം തുടങ്ങിയ കുറ്റകൃത്യങ്ങൾ തടയാനും വേണ്ടിയാണ് പദ്ധതി. ഇതിൻ്റെ ഭാഗമായി തിരുവനന്തപുരം, എറണാകുളം, പാലക്കാട്, കോഴിക്കോട് എന്നിങ്ങനെ 4 മേഖലകളായി തിരിച്ച് റെയിൽവേ ഡിവൈഎസ്പിമാരുടെ മേൽനോട്ടത്തിൽ വനിതാ പോലീസ് ഉൾപ്പെടെയുള്ള സേനാംഗങ്ങൾ ഉൾപ്പെടുത്തി സഞ്ചരിക്കുന്ന ട്രെയിനുകളിലും പ്ലാറ്റ്ഫോമുകളിലും പട്രോളിംഗ് നടത്തും. സ്ത്രീകൾ കൂടുതലായുള്ള കമ്പാർട്ട്മെന്റുകളിൽ പരിശോധന ശക്തമാക്കും. മദ്യലഹരിയിലുള്ള യാത്രക്കാരെ തിരിച്ചറിയുന്നതിനായി ആൽക്കോമീറ്റർ പരിശോധന 38 റെയിൽവേ സ്റ്റേഷനുകളിൽ ആരംഭിച്ചിട്ടുണ്ട്. ട്രെയിനുകൾക്ക് നേരെ കല്ലെറിയുന്നവരെയും റെയിൽവേ ട്രാക്കിൽ കല്ലും മറ്റ് വസ്തുക്കളും വെച്ച് അപകടമുണ്ടാക്കാൻ ശ്രമിക്കുന്നവരെയും കണ്ടെത്താൻ RPFും റെയിൽവേ പോലീസും ലോക്കൽ പോലീസും പട്രോളിംഗ് വർദ്ധിപ്പിച്ചിട്ടുണ്ട്. രഹസ്യാന്വേഷണ വിഭാഗവും നിരീക്ഷണം ശക്തമാക്കിയിട്ടുണ്ട്. റെയിൽവേ സ്റ്റേഷനുകളിലും യാത്രാ ട്രെയിനുകളിലും ബോംബ് സ്ക്വാഡിനെയും നെർക്കോട്ടിക് വിഭാഗത്തെയും ഉപയോഗിച്ച് മയക്കുമരുന്നുകളും നിരോധിത പുകയിലുൽപ്പന്നങ്ങളും ഹവാലാപ്പണവും കണ്ടെത്താനുള്ള നിരീക്ഷണവും ശക്തമാക്കിയിട്ടുണ്ട്. സ്റ്റേഷനുകളിൽ ഉപേക്ഷിക്കപ്പെട്ട ബാഗുകൾ, സംശയാസ്പദമായ വസ്തുക്കൾ എന്നിവ കണ്ടെത്തിയാൽ ബോംബ് സ്ക്വാഡ്, K9 സ്ക്വാഡ് എന്നിവയുടെ സഹായത്തോടെ അടിയന്തര പരിശോധന നടത്താനുള്ള സംവിധാനങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. റെയിൽവേ കേസുകളിൽ ഉൾപ്പെട്ട ശേഷം അറസ്റ്റിൽ നിന്നും ഒഴിവായി നടക്കുന്നവരെയും വിവിധ കോടതികൾ വാറണ്ട് ഇഷ്യൂ ചെയ്തിട്ടുള്ളവരെയും കണ്ടെത്താനുള്ള ഊർജിത ശ്രമവും ഇതിന്റെ ഭാഗമായി നടപ്പിലാക്കി വരുന്നു. സ്റ്റേഷനുകളിൽ പ്ലാറ്റ്ഫോം ടിക്കറ്റില്ലാതെയും യാത്രാ ട്രെയിനുകളിൽ ടിക്കറ്റില്ലാതെയും യാത്ര ചെയ്യുന്നവരെയും അലഞ്ഞുതിരിഞ്ഞ് നടക്കുന്നവരെയും നിരീക്ഷിച്ച് അടിയന്തര നിയമ നടപടികൾ സ്വീകരിക്കും. റെയിൽവേ പാസഞ്ചർ അസോസിയേഷനുകളും പോർട്ടർമാരും കച്ചവടക്കാരും സുരക്ഷാ സംവിധാനത്തിന്റെ ഭാഗമായി പ്രവർത്തിക്കാൻ ബോധവൽക്കരണ പരിപാടികൾ പദ്ധതിയുടെ ഭാഗമായി സംഘടിപ്പിക്കും. ഇതിന് റെയിൽവേ പോലീസ് മേൽനോട്ടം വഹിക്കും. അധികമായുള്ള പോലീസ് വിന്യാസം വരും ദിവസങ്ങളിൽ പ്ലാറ്റ്ഫോമുകളിലും ട്രെയിനുകളിലും ഉണ്ടാകും. ഇന്റലിജൻസ് ആസ്ഥാനത്ത് കൺട്രോൾ റൂം ഡിവൈഎസ്പി ഇവയുടെ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കും. ഗ്രാമിക ന്യൂസ്, കണ്ണൂർ.